എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കോട്ടയം ജില്ലയിൽ പാമ്പാടിയിൽ താമസിക്കുന്ന അനിൽ പീറ്ററും അദ്ദേഹത്തിൻ്റെ മകൻ ജിത്തുമോനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ ജിത്തുമോൻ 21 വയസ്സുണ്ട്. ജന്മനാൽ തളർരോഗിയാണ്. ഈ മകനെ സഹായിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടതായിട്ടുള്ളൊരു സാമ്പത്തിക സഹായം ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം ഇവർക്കൊരു വീട് വേണം, അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരാൾ ഇവർക്കൊരു വീട് വെച്ച് കൊടുക്കാം എന്ന് താല്പര്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 12 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഒരു വീട്, അത് ഒരാൾ സ്വമേധയാ ഏറ്റെടുത്തു. ഞാൻ അദ്ദേഹത്തിനൊരു വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട് വെച്ച് കൊടുക്കാൻ ആൾ രംഗത്ത് വന്ന സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് സ്ഥലമില്ല. അപ്പോൾ ഒരു 3 സെൻറ്റ് സ്ഥലം ഇദ്ദേഹത്തിന് വേണം. പാമ്പാടി കോട്ടയം പരിസരത്തുള്ള ആർക്കെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം ഈ പാവം പിടിച്ച ഈ അനിൽ പീറ്ററിനെ കൊടുത്ത് സഹായിക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക. അല്ല, ഒരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. ഒരാൾ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു 3 സെൻറ്റ് സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ആ അവർക്ക് ഒരു ഭവനമുണ്ടാകും. ഈ മകന് ഇതുപോലെ ഈ ജന്മനാൽ തളർരോഗിയായതുകൊണ്ട് പല വീടുകളിലും വാടകയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആളുകൾ വീട് കൊടുക്കില്ല, വാടകയ്ക്ക് വീട് കൊടുക്കില്ല. അതായത് ഒരാൾ എപ്പോഴും ഈ മകൻ്റെ കൂടെ വേണം. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു സ്വന്തമായൊരു വീടുണ്ടാകാൻ ഞങ്ങൾ വളരെയധികം ഉത്സാഹിച്ചു. അപ്പോൾ ഈ സഹോദരനെ ഒരു 3 സെൻറ്റ് സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും താല്പര്യമുള്ളവർ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്ത്, ഞാൻ നമ്പർ ഇതിനകത്തിടുന്നുണ്ട്, ഇത് ഞങ്ങളുമായി യാതൊന്നും ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പലരെയും ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് വീട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് വളരെ കാര്യഗൗരവത്തോടെ ഒന്ന് എടുത്താൽ ഒരു കുടുംബത്തിന് ഒരു ആശ്വാസമായിരിക്കും. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും.